സ്വീഡനിലെ ഒരു കാടിനകത്ത് 23 വ്യത്യസ്ത ആംഗിളുകളിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടുത്തെ മഞ്ഞ് വീണ നദികൾക്കിടയിലൂടെയും മരങ്ങൾക്കിടയിലൂടെയൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന മൂസിൻ്റെ വീഡിയോസ് ഒരു 3 ആഴ്ച 24 മണിക്കൂർ ലൈവ് ടെലികാസ്റ്റായി കാണിച്ചു തന്ന് നിങ്ങൾ കാണും. നമുക്കവിടെ സമയമില്ലേ, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ സ്ക്രോൾ ചെയ്യാനുള്ള സമയം തന്നെ നമുക്ക് തികയുന്നില്ല. പക്ഷേ യൂറോപ്പിലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കഥ. കഴിഞ്ഞ വർഷം അതിന് 9 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വർഷം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കാം. പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ് ആളുകൾ. അതായത് വേഗത്തിൽ ഓടി ഓടി ഭ്രാന്തെടുക്കുന്ന, സ്ക്രോൾ ചെയ്ത് തീ പാറുന്ന തലയെ തണുപ്പിക്കാൻ സ്ലോ TV എന്നാണ് ഈ കൺസെപ്റ്റിൻ്റെ പേര്. BBC ന്യൂസിലെ ഒരു കുട്ടി പറയുന്നുണ്ട്, അവൾ സ്കൂളിലെത്താൻ വൈകിപ്പോയിന്ന് ഈ പരിപാടി കണ്ടിരുന്നിട്ട്. എല്ലാറ്റിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ടെന്ന് പറയില്ലേ. വേഗത്തിൽ ഓടുന്ന ലോകം ഓടി ഓടി തളരുമ്പോൾ അവർ വേറൊരു മാർഗം കണ്ടുപിടിക്കുകയാണ്. സ്വല്പം മെഡിറ്റേറ്റീവ് ആവാൻ, അല്ലെങ്കിൽ പ്രകൃതിയെ, മരങ്ങളെ, നദി ഒഴുകുന്ന ശബ്ദങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഒരു സ്ക്രിപ്റ്റ് ഇല്ല, കഥാപാത്രങ്ങളോ കഥയോ ഒന്നുമില്ല. ഒഴുകുന്ന നദി, പുഴ, അതിലൂടെ കടന്നു പോകുന്ന വൈൽഡ് മൂസുകൾ. അതിനാണ് ഇത്രയധികം ആരാധകർ. അപ്പോൾ മനുഷ്യർ എത്രത്തോളം ഡെസ്പറേറ്റ് ആയിരിക്കുന്നു എന്നതാണ് അത് കാണിക്കുന്നത്.